സ്റ്റോക്ക് മാർക്കറ്റ് വഴി പെട്ടെന്ന് പണമുണ്ടാക്കാനുള്ള എളുപ്പവഴിയായിട്ടാണ് ആളുകൾ ഇൻട്രാഡേ, ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻ ഒക്കെ പോലുള്ള ട്രേഡിംഗ് മെത്തേഡ്സ് ഉപയോഗിക്കുന്നത്. ഇൻട്രാഡേ, എഫ് ആൻഡ് ഒ എന്നൊക്കെ പറയുമ്പോൾ അതിനകത്ത് സ്റ്റോക്സ്, കമോഡിറ്റി, ഫോറക്സ്, ക്രിപ്റ്റോ, ഇനി പുതിയത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിലൊക്കെ ട്രേഡ് ചെയ്യുന്നതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇത്തരത്തിലുള്ള ഇൻട്രാഡേ, എഫ് ആൻഡ് ഒ കോഴ്സിനും സ്വയം ഒരു നല്ല ട്രേഡറായി മാറാൻ വേണ്ടിയിട്ടുള്ള ടെക്നിക്കൽ അനാലിസിസ് പഠനത്തിനും വേണ്ടി പണം ചെലവാക്കാൻ നമ്മുടെ നാട്ടിൽ ധാരാളം ആളുകളുണ്ട്. അത്തരം ട്രേഡിംഗ് പ്രേമികൾക്ക് വേണ്ടിയുള്ള വീഡിയോ ആണിത്. ഈ ഒരു വീഡിയോ നിങ്ങളുടെ ട്രേഡിംഗ് ജേണിക്ക് ഒരു വലിയ വഴിത്തിരിവായിരിക്കും. ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങൾക്ക് സ്റ്റോക്ക് മാർക്കറ്റ് വഴി ചാർട്ട്സ് മാത്രം നോക്കി പണം ഉണ്ടാക്കുന്നവരുടെ എല്ലാ ടെക്നിക്സും മനസ്സിലാക്കാൻ സാധിക്കും. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് സ്റ്റോക്ക് മാർക്കറ്റിൽ നല്ല നല്ല അഡ്വൈസിന് വേണ്ടിയിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ ഈ വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് വേണ്ടി ഷെയർ ചെയ്ത് കൊടുക്കുക. സാധാരണ ലോങ് ടൈം ഇൻവെസ്റ്റ്മെൻറ്റ്സിനെ കുറിച്ചിട്ടാണ് ഞാൻ സംസാരിക്കാറുള്ളത്. എന്നാൽ ഒരു ലോങ് ടൈം ഇൻവെസ്റ്റ്മെൻറ്റ് പ്രോഫിറ്റബിൾ ആയിട്ട് മാറണം എന്നുണ്ടെങ്കിൽ മിനിമം 5 വർഷം മുതൽ 10 വർഷം വരെ കാത്തിരിക്കേണ്ടി വരും. അത്രയും കാത്തിരിക്കാൻ എനിക്ക് സമയമില്ല. എനിക്ക് ഇന്ന് പൈസക്ക് അത്യാവശ്യമുണ്ട്. അതിനാൽ തന്നെ എനിക്ക് ഇന്ന് പ്രോഫിറ്റ് കിട്ടണം. ഇൻവെസ്റ്റ് ചെയ്ത് വർഷങ്ങൾ കാത്തിരിക്കാൻ എനിക്ക് സമയമില്ല. ഇത്തരത്തിൽ പറയുന്ന ആളുകളുടെ ഇടയിലേക്കാണ് ട്രേഡിങ്ങും ട്രേഡേഴ്സും വലിയ വലിയ മോഹന വാഗ്ദാനങ്ങളൊക്കെ ആയിട്ട് പ്രത്യക്ഷപ്പെടുന്നത്. എൻ്റെ അടുത്ത് പുതുതായിട്ട് ട്രേഡിംഗ് അക്കൗണ്ട് എടുക്കാൻ വരുന്ന ആളുകളിൽ 10ൽ 5 പേരും ചോദിക്കുന്ന ചോദ്യങ്ങളാണ്: നിങ്ങൾ ഇൻട്രാഡേ ചെയ്യുന്നുണ്ടോ? ട്രേഡിംഗ് പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ടോ? എഫ് ആൻഡ് ഒ ചെയ്യുന്നുണ്ടോ? AI ട്രേഡിംഗ് ഉണ്ടോ? എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ. ഞാൻ ട്രേഡിങ്ങിനേക്കാൾ കൂടുതൽ വിശ്വസിക്കുന്നത് ഇൻവെസ്റ്റ്മെൻറ്റ്സിലാണ്. അതിനാൽ തന്നെ ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ ചോദിക്കുന്ന ആളുകളോട് ഒരു വലിയ നോ പറഞ്ഞ് ഒഴിവാക്കാറാണ് പതിവ്. ഈ ഒരു നോ കാരണം എനിക്ക് ധാരാളം ക്ലയൻസ് നഷ്ടപ്പെടുന്നുണ്ട്. ഒരുപാട് പേര് ഈ ഒരേ ഒരു ചോദ്യം ചോദിക്കുന്നത് കാരണം തന്നെ എല്ലാവരും പൊട്ടന്മാരാവാൻ സാധ്യതയില്ലല്ലോ. അതിനാൽ തന്നെ ഞാൻ ഈ ട്രേഡിങ്ങിനെ കുറിച്ച് ഒരു കാര്യമായ റിസർച്ച് നടത്താൻ തന്നെ തീരുമാനിച്ചു. അങ്ങനെ ഒരു റിസർച്ച് നടത്തി ട്രേഡിങ്ങിനെ കുറിച്ച് വ്യക്തമായ ഒരു ധാരണ ഉണ്ടാക്കിയതിന് ശേഷം മാത്രമാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഇന്നത്തെ എൻ്റെ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് ടെക്നിക്കൽ അനാലിസിസും ട്രേഡിങ്ങും ശാസ്ത്രീയമായിട്ട് മനസ്സിലാക്കാം. അതുപോലെ തന്നെ ചാർട്ട്സ് മാത്രം നോക്കി പണം ഉണ്ടാക്കുന്നവരുടെ എല്ലാ സീക്രട്സും ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങൾക്ക് മനസ്സിലാക്കാം. ഒരു ഇൻവെസ്റ്റർക്ക് നല്ല ഒരു ഇൻവെസ്റ്റർ ആവണം എന്നുണ്ടെങ്കിൽ ഫണ്ടമെൻ്റൽ അനാലിസിസ് അറിഞ്ഞിരിക്കേണ്ടത് അത്യാവശ്യമാണ്. അതുപോലെ തന്നെ ഒരു ട്രേഡർക്ക് നല്ല ട്രേഡർ ആവണമെന്നുണ്ടെങ്കിൽ ടെക്നിക്കൽ അനാലിസിസ് അത്യാവശ്യമാണ്. എന്താണ് ടെക്നിക്കൽ അനാലിസിസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഒരു സ്റ്റോക്കിൻ്റെ അല്ലെങ്കിൽ ഒരു കമ്മോഡിറ്റിയുടെ പാസ്റ്റ് പ്രൈസ് മൊമെൻറ്റ്സും ട്രെൻഡ്സും നോക്കിയിട്ട് ആ സ്റ്റോക്കിൻ്റെ അല്ലെങ്കിൽ കമ്മോഡിറ്റിയുടെ ഫ്യൂച്ചർ പ്രൈസ് പ്രെഡിക്റ്റ് ചെയ്യുന്നതിനെ ടെക്നിക്കൽ അനാലിസിസ് എന്ന് വിളിക്കാൻ സാധിക്കും. ഒന്നുകൂടി ചുരുക്കി പറഞ്ഞാൽ ചാർട്ട് നോക്കിയിട്ട് പ്രസൻറ്റ് പ്രൈസും പാസ്റ്റ് പ്രൈസും തമ്മിൽ ഒത്തു നോക്കിയിട്ട് ഒരു സ്റ്റോക്കിൻ്റെ അല്ലെങ്കിൽ ഒരു കമ്മോഡിറ്റിയുടെ ഫ്യൂച്ചർ പ്രൈസ് കണ്ടെത്താനുള്ള ശ്രമത്തെയാണ് ടെക്നിക്കൽ അനാലിസിസ് എന്ന് പറയുന്നത്. ടെക്നിക്കൽ അനാലിസിസ് സ്വയം ചെയ്യുന്നതിന് പകരം ധാരാളം സോഫ്റ്റ്വെയർസ് ഇന്ന് മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുണ്ട്. ഇത്തരത്തിലുള്ള സോഫ്റ്റ്വെയർസ് ഉപയോഗിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്റ്റോക്കിൻ്റെ ട്രെൻഡ്സിനനുസരിച്ചുള്ള അലേർട്സ് ഈ സോഫ്റ്റ്വെയർ തന്നെ നമുക്ക് തരും. ഉദാഹരണത്തിന് ഇന്ന സ്റ്റോക്ക് 6 മാസത്തെ മൂവിങ് ആവറേജ് ബ്രേക്ക് ചെയ്തിരിക്കുന്നു, അല്ലെങ്കിൽ ഒരു വർഷത്തെ മൂവിങ് ആവറേജ് ബ്രേക്ക് ചെയ്തിരിക്കുന്നു എന്നൊക്കെയുള്ള അലേർട്സ്. ഇത് കൂടാതെ സ്വയം ട്രേഡ് ചെയ്ത് പ്രോഫിറ്റ് നിങ്ങൾക്ക് തരും എന്നൊക്കെ അവകാശപ്പെടുന്ന AI സോഫ്റ്റ്വെയർസും ഇന്ന് മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുണ്ട്. ഇത്തരത്തിലുള്ള സോഫ്റ്റ്വെയറെ കൂടാതെ അതിൻ്റെ 10 ഇരട്ടി കോഴ്സുകൾ ഇന്ന് മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുണ്ട്. ഇതിൻ്റെയൊക്കെ കോസ്റ്റ് എന്ന് പറയുന്നത് 10,000 രൂപ മുതൽ 1,00,000 രൂപ വരെയൊക്കെയാണ്. എന്തായാലും ഇത്രയൊക്കെ വില കൊടുത്ത് നമ്മൾ വാങ്ങുന്ന കോഴ്സുകൾ അല്ലെങ്കിൽ സോഫ്റ്റ്വെയറിൽ എന്തെങ്കിലുമൊക്കെ സ്പെഷ്യൽ ട്രിക്സ് ഉണ്ടാവും അല്ലേ? അങ്ങനെയെങ്കിൽ ഇത്തരത്തിലുള്ള കോഴ്സുകൾ അല്ലെങ്കിൽ സോഫ്റ്റ്വെയറുകളൊക്കെ വാങ്ങിയിട്ട് സൂപ്പർ റിച്ച് ആയിട്ടുള്ള ഒരാളെ നമ്മുടെ ഇടയിൽ കാണാത്തതിന് കാരണം എന്താണ്? നമ്മുടെ ടാറ്റ, ബിർള, അദാനി, അംബാനി, യൂസഫ് അലി തുടങ്ങിയ ലിസ്റ്റിലുള്ള എല്ലാവരും ബിസിനസ്സുകാരാണ് അല്ലെങ്കിൽ ഇൻവെസ്റ്റേഴ്സാണ്. ഇത്തരത്തിലുള്ള വലിയ ലിസ്റ്റ് ഒരു ടെക്നിക്കൽ അനാലിസിസിനെ അല്ലെങ്കിൽ ഒരു ട്രേഡറിനെ കാണാതിരിക്കാനുള്ള കാരണം എന്താണ്? ഈ ചോദ്യത്തിന് ഉത്തരം കണ്ടെത്താനായിട്ട് ഞാനും ടെക്നിക്കൽ അനാലിസിസ് വീഡിയോസ് ധാരാളം കണ്ടു നോക്കി. അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള ടെക്നിക്കൽ അനാലിസിസ് പറയുന്നതൊക്കെ സത്യമാണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാനും ചെറിയ ട്രേഡിംഗ് ഒക്കെ നടന്നു നോക്കിയിട്ടുണ്ട്. വളരെ ചെറിയ എമൗണ്ടിൽ നിങ്ങൾക്ക് ട്രേഡിംഗ് ചെയ്ത് നോക്കാവുന്നതാണ്. നമ്മളൊക്കെ ലോട്ടി എടുത്ത് നോക്കാറില്ലേ? അതേ രീതിയിലുള്ള ഒരു വിനോദമായിട്ട് മാത്രം കണ്ടാൽ മതി.
നിങ്ങളുടെ ടോട്ടൽ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ 10% കൂടുതൽ ഈ വിനോദം ഉണ്ടാവാതെ ശ്രദ്ധിക്കണം എന്ന് മാത്രം. കാര്യത്തിലേക്ക് തിരിച്ചു വരാം. സൂപ്പർ റിച്ചായിട്ട് ധാരാളം ആളുകൾ ഇന്ന് ലോകത്തുണ്ട്. അവരെല്ലാം ഒന്നുകിൽ ഇലോൺ മാസ്ക്, ബിൽ ഗേറ്റ്സ്, യൂസഫ് അലി, ടാറ്റ, അംബാനി, അദാനി തുടങ്ങിയവരെ പോലുള്ള ബിസിനസ്സുകാരാണ്. അല്ലെങ്കിൽ വാരൻ ബഫറ്റ്, രാകേഷ് ജിൻജുൻവാലിനെ പോലുള്ള ഇൻവെസ്റ്റേഴ്സാണ്. ഇവരെ പോലുള്ള ആളുകളുടെ ലിസ്റ്റ് എന്തുകൊണ്ട് ഒരു ടെക്നിക്കൽ അനാലിസിസോ അല്ലെങ്കിൽ ഒരു ട്രേഡറോ ഇല്ല? ടെക്നിക്കൽ അനാലിസിസ് പറയുന്നത് പ്രൈസാണ് എല്ലാം എന്നാണ്. 20,000 രൂപ വിലയുള്ള ഫോൺ നിങ്ങൾ 1,00,000 രൂപക്ക് വാങ്ങിക്കുന്നു. അതുപോലെ തന്നെ 20,000 രൂപ വിലയുള്ള ഫോൺ നിങ്ങൾ 2,000 രൂപക്ക് വിൽക്കുന്നു. എന്നാൽ ടെക്നിക്കൽ അനാലിസിസ് പറയുന്നത് അങ്ങനെ ചെയ്യാനാണ്. യൂട്യൂബ്, വാട്സപ്പ്, ടെലഗ്രാം, ഇൻസ്റ്റാഗ്രാം ഇന്ന് നമ്മുടെ നാട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള എല്ലാ പ്ലാറ്റ്ഫോമുകളിലും ഈ ട്രേഡിങ് പ്രൊമോട്ട് ചെയ്യപ്പെടുന്നുണ്ട്. എന്നിട്ട് നമുക്ക് ഇന്ത്യക്കാർക്ക് കിട്ടിയ റിസൾട്ട് എന്താണെന്ന് അറിയാം. കഴിഞ്ഞ ഫിനാൻഷ്യൽ ഇയറിൽ സെബി പുറത്തുവിട്ട കണക്കുകൾ പ്രകാരം ഓരോ 10 ഇന്ത്യൻ ട്രേഡേഴ്സിൽ നിന്നും 9 ട്രേഡേഴ്സ് നഷ്ടത്തിലാണ്. വെറും 10% ആളുകൾക്ക് മാത്രം പ്രോഫിറ്റ് ലഭിച്ചിട്ടുള്ള ഈ ചൂതാട്ടത്തിൽ നിന്നും ആവറേജ് ഓരോ ട്രേഡർക്കും നഷ്ടമായിട്ടുള്ളത് 50,000 രൂപ വെച്ചിട്ടാണ്. ടെക്നിക്കൽ അനാലിസിസും ട്രേഡിങ്ങും ഒക്കെ ഒരു നല്ല പ്രോഫിറ്റബിൾ ആയിട്ടുള്ള മെത്തഡ് ആയിരുന്നു എങ്കിൽ 90% ആളുകൾക്ക് നഷ്ടം സംഭവിച്ചതാണ്. അതെല്ലാം പോട്ടെ, എനിക്ക് ടെക്നിക്കൽ അനാലിസിസ് ഉപയോഗിച്ച് വെറും ചാർട്ടുകൾ മാത്രം നോക്കിയിട്ട് പൈസ ഉണ്ടാക്കാനുള്ള കഴിവുണ്ടായിരുന്നു എങ്കിൽ എനിക്ക് ആ ട്രിക്ക് മറ്റുള്ള ആളുകളെ പഠിപ്പിച്ചു കൊടുത്തിട്ട് അവരെടുത്ത് പൈസ മേടിച്ച് ജീവിക്കേണ്ട ആവശ്യം വരുന്നുണ്ട്. നമ്മുടെ യൂസഫ് അലി, അദാനി, അംബാനി പോലുള്ള സൂപ്പർ റിച്ച് ആയിട്ടുള്ള ആളുകൾ ആരെങ്കിലും ഞാനിന്ന് ഇത്ര കോടി പ്രോഫിറ്റ് ഉണ്ടാക്കി അല്ലെങ്കിൽ ഇത്ര ലക്ഷം പ്രോഫിറ്റ് ഉണ്ടാക്കി എന്ന് പറഞ്ഞിട്ട് സോഷ്യൽ മീഡിയ വഴി പോസ്റ്റ് ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്? ഞാനൊരു നന്നായിട്ട് പൈസ ഉണ്ടാക്കുന്ന ഒരാളാണെങ്കിൽ, ഞാൻ ടെക്നിക്കൽ അനാലിസിസ് അല്ലെങ്കിൽ ചാർട്ട് ഉപയോഗിച്ചിട്ട് ഒരുപാട് പൈസ ഉണ്ടാക്കുന്ന ആളാണെങ്കിൽ ഞാൻ ഇന്ന് 10,000 പ്രോഫിറ്റ് ബുക്ക് ചെയ്തു, അല്ലെങ്കിൽ 50,000 പ്രോഫിറ്റ് ബുക്ക് ചെയ്തു, അതും അല്ലെങ്കിൽ 1,00,000 പ്രോഫിറ്റ് ബുക്ക് ചെയ്തു. അതും അല്ല എങ്കിൽ ഞാൻ ട്രേഡ് ചെയ്തിട്ട് ഇതാ പുതിയ കാറ് മേടിച്ചിരിക്കുന്നു പറഞ്ഞിട്ട് ഒരു പോസ്റ്റ് സോഷ്യൽ മീഡിയയിൽ ഇടേണ്ട ആവശ്യം എനിക്ക് വരുന്നുണ്ടോ? ഇനി നിങ്ങൾ പറയുന്നു, നിങ്ങൾക്ക് സ്വന്തമായിട്ട് ചാർട്ട് നോക്കിയിട്ട് പൈസ ഇട്ട് പൈസ വാരി കൂട്ടാൻ അറിയുമെങ്കിൽ നിങ്ങൾ പൈസ വാരി കൂട്ടിക്കൊണ്ടിരിക്കുമോ, അതോ ആ ട്രിക്ക് നാട്ടുകാരെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് 10,000 അല്ലെങ്കിൽ 1,00,000 വാങ്ങിയിട്ട് പഠിപ്പിക്കാനായിട്ട് സമയം കളയും? അതാണ് എനിക്കിതുവരെ മനസ്സിലാവാത്ത കാര്യം. എൻ്റെ അടുത്ത് ഒരു പൊന്മുട്ടയിടുന്ന താറാവുണ്ട് എന്ന് ഞാൻ സോഷ്യൽ മീഡിയ വഴി പ്രചരിപ്പിക്കുക. ആർക്കെങ്കിലും ഡെയിലി 300 ഗ്രാം പൊന്മുട്ടയിടുന്ന താറാവിനെ വേണമെന്നുണ്ടെങ്കിൽ വാട്സപ്പിൽ അല്ലെങ്കിൽ ടെലഗ്രാമിൽ കോൺടാക്ട് ചെയ്യുക. ഈ ഒരു ലോജിക്ക് എനിക്ക് തീരെ മനസ്സിലാവുന്നില്ല. നിങ്ങളുടെ അടുത്തൊരു പൊന്മുട്ടയിടുന്ന താറാവുണ്ട് എങ്കിൽ നിങ്ങൾ ഡെയിലി ആ പൊന്മുട്ട വിറ്റ് കാശുണ്ടാക്കുമോ, ആ പൊന്മുട്ടയിടുന്ന താറാവിനെ വിറ്റ് കാശുണ്ടാക്കാൻ നോക്കും? നിങ്ങൾക്ക് ചാർട്ട് നോക്കിയിട്ട് ഡെയിലി 10% പ്രോഫിറ്റ് ഉണ്ടാക്കാൻ കഴിയുമായിരുന്നു എങ്കിൽ നിങ്ങൾ വെറും 100 രൂപയിൽ തുടങ്ങിയാൽ മതി. ഏതാനും മാസങ്ങൾക്ക് കൊണ്ട് നിങ്ങൾക്ക് ഇന്ത്യയിലെ ഏറ്റവും വലിയ പണക്കാരനായിട്ട് മാറാം. നാട്ടുകാരുടെ അടുത്ത് ഫീസ് വാങ്ങിയിട്ട് വരുമാനം ഉണ്ടാക്കേണ്ട ആവശ്യം വരുന്നില്ല. നിങ്ങൾക്ക് ഇനി ഡെയിലി 10% പ്രോഫിറ്റ് ഉണ്ടാക്കാൻ സാധിക്കുന്നുണ്ട് എങ്കിൽ നിങ്ങളത് സോഷ്യൽ മീഡിയ വഴി പ്രചരിപ്പിക്കുന്നത് എന്തിനാണ്? നിങ്ങളുടെ കയ്യിൽ ഡെയിലി 10% പ്രോഫിറ്റ് തരുന്ന ഒരു സോഫ്റ്റ്വെയർ ഉണ്ട് എങ്കിൽ ആ സോഫ്റ്റ്വെയർ വിറ്റ് നിങ്ങൾക്ക് പൈസ ഉണ്ടാക്കേണ്ട ആവശ്യം വരുന്നുണ്ട്. കാരണം സിമ്പിളാണ്. ഇവർ പണം ഉണ്ടാക്കുന്നത് സ്വയം ട്രേഡ് ചെയ്തിട്ടോ ടെക്നിക്കൽ അനാലിസിസ് ഉപയോഗിച്ചിട്ടോ അല്ല. അവർ പണം ഉണ്ടാക്കുന്നത് നാട്ടുകാരെ കൊണ്ട് ട്രേഡ് ചെയ്യിപ്പിച്ചിട്ടാണ്. ഒരുത്തൻ ഞാൻ ഇന്ന് ഇത്ര പ്രോഫിറ്റ് ഉണ്ടാക്കി എന്നുള്ള പോസ്റ്റ് സോഷ്യൽ മീഡിയ വഴി പ്രചരിപ്പിക്കുന്നതിന് കാരണം ഇത് തന്നെയാണ്. അവന് പുതിയ ഇരകള കണ്ടെത്താനുള്ള മാർഗങ്ങളിൽ ഒന്നാണ് ഇത്തരത്തിലുള്ളൊരു പോസ്റ്റ്. ഇന്നത്തെ വീഡിയോ പരമാവധി സിമ്പിളായിട്ട് എനിക്കറിയാവുന്ന പോലെയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. പറഞ്ഞ കാര്യങ്ങൾ എന്തെങ്കിലും കാര്യം മനസ്സിലാവാനും അല്ലെങ്കിൽ പറഞ്ഞതിൽ എന്തെങ്കിലും മിസ്റ്റേക്കോ സംഭവിച്ചിട്ടുണ്ട് എങ്കിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. സൈനിങ്.